ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വീടെത്തിയപ്പോൾ ഒത്തിരി താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ അടുക്കളയിലോട്ട് പോയി. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്ക് അറിയായിരിക്കും അവർക്ക് വയ്യാതാകുമ്പോഴുള്ള അവസ്ഥ. കരച്ചിലും നിർബന്ധവും രാത്രിയാകുമ്പോൾ ഉറക്കമില്ല. മൊത്തത്തിൽ വല്ലാത്തൊരു ഇതാണല്ലേ. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് അവരൊന്ന് ആക്റ്റീവായി കണ്ടാലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ പാപ്പുവിനും വയ്യ കേട്ടാ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ അവനുള്ള കഞ്ഞിയെല്ലാം അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാപ്പിക്ക് വേണ്ടിയിട്ട് നാളത്തേക്ക്. അപ്പോൾ അതും ഒന്ന് ആട്ടി വെച്ചു. ശരിക്കും എനിക്കും ഒന്ന് എവിടെയെങ്കിലും കിടന്നോളാൻ വയ്യാതെയാണ് കേട്ടോ ഞാനും നിൽക്കണം. പക്ഷെ നമുക്കങ്ങനെ കിടക്കാനായിട്ട് പറ്റൂലല്ലോ. എത്ര വയ്യെങ്കിലും അടുക്കള എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് വല്ലാത്തൊരു ഇതാണ്. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ പ്രാന്ത് പിടിക്കും. അടുക്കള എപ്പോഴും നമ്മൾ വൃത്തിയാക്കി കിടന്നാലേ എനിക്കതൊരു ഇതുള്ളൂ കേട്ടോ. അതുകൊണ്ട് എത്ര വയ്യെങ്കിലും ഞാൻ അടുക്കള വൃത്തിയാക്കിയിട്ടേ കിടക്കുകയുള്ളൂ. അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കഴുകി പറക്കി വെച്ചു. പിന്നെ കുറച്ച് ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കോരി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കോരി ഫ്രിഡ്ജിലാക്കി അടുക്കള മൊത്തത്തിലൊന്ന് തൂത്തിറക്കി വൃത്തിയാക്കി. എന്നിട്ട് ഞാനും കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത്. സത്യം പറഞ്ഞാൽ അങ്ങനെ കഴിക്കാനൊന്നും തോന്നിയില്ല. പിന്നെ കുറച്ച് കഞ്ഞി കുടിച്ചു.